Hi, I am Dr. Steven Sebastian. I have secured All India rank of 205 in NEET MDS 2026 exam. Last year, my rank was 8080 in 2025. From there, I have tried very hard and studied smartly and scored a rank of 205 with a score of 699. So here I am to share my journey towards the 205 from 8080. I have joined both the CDs and the Bhatia Academy for preparation. Thereafter, I continued my studies with whatever the ordinary MDS aspirant do in their preparation. Basically, my dream was to become a MBBS doctor in during my plus 2 days, but unfortunately, I was not able to clear the NEET UG exam and not able to secure a rank that ensure a MBBS seat. Decided to I have a dream to study in a government dental college for MDS if I have a chance. So I started my uh, inspirations and aspirations from there onwards. അപ്പോൾ ബേസിക്കലി അപ്പം തൊട്ട് ഒരു ആഗ്രഹമുണ്ട് ഇങ്ങനെ MBBS കിട്ടിയില്ല, BDSന് ഗവൺമെൻറ് കിട്ടിയില്ല, പ്രൈവറ്റിൽ ചേരണമെന്നും. അപ്പം MDSന് പോകാൻ ചാൻസ് കിട്ടുകയാണെങ്കിൽ അത് ഗവൺമെൻറ്റിൽ തന്നെ പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഫസ്റ്റ് തൊട്ടേ എന്തായാലും എനിക്ക് എൻട്രൻസ് ഒന്ന് ഈ ഒരു റാങ്കിലേക്ക് വരാൻ തന്നെ നീറ്റ് UGക്ക് ഒരു 2 വർഷത്തെ പ്ലസ് ടുവിൻ്റെ കൂടെയുള്ള പ്രിപ്പറേഷൻ, പിന്നെ നീറ്റ് അതിന് റിപ്പീറ്റിംഗ് ഒക്കെ കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് കാലം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ നേരത്തെ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുന്ന ഒരു ഇത് കൊണ്ടും പിന്നെ എനിക്ക് എന്നോട് തന്നെ തെളിയിക്കണമായിരുന്നു എനിക്ക് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമൊക്കെ പാസ്സാവാൻ പറ്റും എന്നുള്ളത്. കാരണം ഇപ്പോൾ ഞാനും നന്നായി പഠിക്കണ, ചെറുപ്പം മുതലേ നന്നായി പഠിക്കണ ഒരു സ്റ്റുഡൻ്റാണ്. പ്ലസ് ടുവിലും 10ാം ക്ലാസ്സിലൊക്കെ എല്ലാവർക്കും A+ കിട്ടുന്ന പോലെ നമുക്ക് A+ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം വീട്ടിലും ഉള്ളവർക്കും പിന്നെ വീടിൻ്റെ അടുത്തുള്ള റിലേറ്റീവ്സ് എല്ലാവർക്കും ഒരു ഭയങ്കര പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കോമ്പറ്റീറ്റീവ് എക്സാമിലേക്ക് വരുമ്പോൾ ആ ഒരു പ്രതീക്ഷയോടെ അടുത്ത് പെർഫോം ചെയ്യാനായിട്ട് എനിക്കാണെങ്കിലും എന്നെപ്പോലെയുള്ള പലർക്കും, എൻ്റെ കോളേജിലുള്ള എല്ലാവർക്കും അതുപോലത്തെ ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. വെറുതെ പഠിക്കുന്നുണ്ടാവും, പക്ഷേ ആ ഒരു കോമ്പറ്റീറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് മാക്സിമം പെർഫോമൻസ് പറ്റാറില്ല. അപ്പം എനിക്ക് തെളിയിക്കുന്നുണ്ടായിരുന്നു അത് എനിക്ക് സാധിക്കും എന്ന്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് MDSന് ഒരു സീറ്റെങ്കിലും പഠിച്ച് നേടണം എന്നുണ്ടായിരുന്നു. അപ്പോൾ തുടക്കത്തിലങ്ങനെ നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻറ്റേൺഷിപ്പ് ആകുമ്പോഴാണ് അങ്ങനെ പഠിക്കാമെന്ന് വെച്ചിട്ടിരിക്കുന്നത്. പക്ഷേ ഇൻറ്റേൺഷിപ്പിൽ അങ്ങനെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. ഫസ്റ്റ് ടൈം എഴുതിയപ്പോൾ 2025 8080 ആണ് റാങ്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു ഡ്രോപ്പ് ഔട്ട് ഇയർ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് 2025 എക്സാം എഴുതുമ്പോൾ തന്നെ അറിയായിരുന്നു പഠിച്ചിട്ടില്ല എന്നൊക്കെ. അപ്പം 2025 എക്സാം കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോൾ തന്നെ ബാറ്റിയേൻ്റെ യൂട്യൂബ് ചാനലിൽ ടെസ്റ്റ് ഡിസ്കഷൻ നടക്കുന്നുണ്ടായിരുന്നു. അവരെല്ലായ്പ്പോഴും ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാനത് കണ്ടപ്പോഴേ എനിക്ക് എൻ്റെ പേഴ്സണലി എനിക്കിങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുമ്പോൾ അതെന്തുകൊണ്ടാണ് എന്തുകൊണ്ട് അങ്ങനെ ആയി, അങ്ങനെയൊക്കെ ഭയങ്കര അതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് അന്വേഷിക്കാറുണ്ട്. അപ്പോൾ പഠിക്കുന്ന മാത്രമല്ല വേറെ എന്ത് കാര്യത്തിലാണെങ്കിലും ഞാനിങ്ങനെ കുറേ അന്വേഷിക്കാറ്. അപ്പോൾ എനിക്ക് ബാറ്റിയിൽ ക്ലാസ് കണ്ടപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് അവർ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് അത് ഓരോ ക്വസ്റ്റ്യനും ആൻസർ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ടോപ്പിക്സൊക്കെ ഭയങ്കര ക്ലിയർ ആയിട്ട് എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞാൻ ബാറ്റിയിൽ ചേർന്ന് അത് കഴിഞ്ഞിട്ട് എൻ്റെ ബാച്ചിലെ എല്ലാവരും തന്നെ
CDസിലായിരുന്നു ചേർന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ചോദിച്ചു എന്താ നീ ബാട്ടിയിൽ ചേർന്നത്, ബാട്ടിയിൽ കുറേ സമയം പോകും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു 7000 പിള്ളേരൊക്കെ CDസിൽ എക്സാം എഴുതുന്നുണ്ട്, അപ്പോൾ ഓൾ ഇന്ത്യ ലെവലായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ CDസിൽ എക്സാം ചെയ്യുമ്പോൾ കിട്ടും, അപ്പോൾ CDസിലും കൂടി ഒന്ന് ചേർന്നേക്ക് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ടെസ്റ്റ് സീരീസിൽ ഞാൻ ഓൾറെഡി ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം പിന്നെ ഇതിലും അങ്ങനെ ടെസ്റ്റ് സീരീസ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ CDസിൽ ടെസ്റ്റ് സീരീസ് ചേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രിപ്പറേഷൻ ഇങ്ങനെ ഫസ്റ്റ് ഫേസിലൊക്കെ എല്ലാവർക്കും സ്ലോ ആവണ പോലെ തന്നെ എനിക്കും ഭയങ്കര സ്ലോ ആയിരുന്നു. എനിക്ക് ലെക്ചേഴ്സ് കുറേ കണ്ടു തീർക്കാണ്ടായിരുന്നു. ഈവൻ ദോ ഐ വാസ് സ്റ്റഡിങ് വെൽ ഇൻ മൈ കോളേജ് ഡേയ്സ്, ബട്ട് അത് പക്ഷെ എന്നാലും നമുക്കിങ്ങനെ ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കാനും പിന്നെ അത് ബ്രഷപ്പ് ചെയ്തെടുക്കാനും സമയമൊക്കെ എടുത്തു കുറച്ചധികം. അപ്പോൾ തുടക്കത്തിൽ കുറേ എൻ്റെ വിചാരം ഇങ്ങനെയായിരുന്നു, തിയറി പഠിച്ചിട്ട് പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി കയറി വരുന്നു. പക്ഷേ അങ്ങനെ ചെയ്യേണ്ട ഒരാവശ്യമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റ് സമയത്താണെങ്കിലും എനിക്ക് കുറേ കാര്യങ്ങൾ അറിയണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ടെസ്റ്റ് നോക്കി വായിക്കാനിരുന്ന അത് സമയം കിട്ടാറില്ല. അപ്പം എങ്ങനെ പോയാലും പൾസി എന്നുള്ളത് വായിച്ചിട്ട് വേണം മനസ്സിലാക്കാനായിട്ട്. വേറൊരു വഴിയിൽ ഇപ്പം നമുക്കറിയാത്ത കുറേ സബ്ജക്ട്സ് ആണെങ്കിലും ഇപ്പം ജനറൽ സർജറി, മെഡിക്കൽ സൈഡിലുള്ള സബ്ജക്ട്സിൽ നമുക്ക് ടെസ്റ്റ് വായിച്ചിട്ട് മനസ്സിലാക്കാനുള്ളത് ഒരിക്കലും സാധിക്കാത്ത കാര്യം. അപ്പം അതിപ്പോൾ ബാക്കി സബ്ജക്ട്സിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഡെൻ്റൽ പൾസ് ഇങ്ങനെ വായിച്ച് തുടങ്ങിയപ്പോഴാണ് അത് മനസ്സിലായത്. തുടക്കത്തിൽ അങ്ങനെ ഞാൻ ചെയ്യണ്ടായിരുന്നില്ല. ഞാൻ തിയറി പഠിച്ച കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും, തിയറി പഠിച്ചാലല്ലേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ, അങ്ങനെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ പോയിട്ട് കാരണം തന്നെ നവംബർ എയിംസിൽ അങ്ങനെ വലിയ മാർക്കൊന്നും കിട്ടിയില്ല. 1145 ആണ് എൻ്റെ റാങ്ക്. അപ്പോൾ ഭയങ്കര വിഷമം പോലെയൊക്കെയായി. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു 500-നുള്ളിൽ വന്നാൽ എല്ലാവർക്കും അടുത്ത എക്സാമിൽ നന്നായി പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, നല്ല കോൺഫിഡൻസ് കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും? എനിക്ക് ഫസ്റ്റത്തെ എക്സാമിൽ തന്നെ മര്യാദയ്ക്ക് ഞാൻ ഇരുന്ന് പഠിക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ ഒരു എഫേർട്ട് ഇട്ടിട്ടും വന്നില്ല എന്നുള്ളൊരു ഇതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തായാലും പഠിക്കണം, എന്തായാലും MDSൻ്റെ സീറ്റ് നേടണം എന്ന് തന്നെ വിചാരിച്ചിട്ട് മാക്സിമം എനിക്ക് എന്ത് പറ്റുമോ, എനിക്കത്ര വലിയ കഴിവുണ്ടായിട്ടല്ല, പക്ഷെ എന്നാലും എൻ്റെ ഭാഗത്തുനിന്ന് എല്ലാം ക്ലിയർ ചെയ്ത് വിടണം എന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാക്സിമം ഞാൻ ഇതുവരെയും പഠിച്ചതിൽ വെച്ച് നന്നായി പഠിക്കുക, കൂടുതൽ സമയം എടുക്കുക, കൂടുതലായിട്ട് പൾസിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക, മാക്സിമം ടൈം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള ഇതൊരു ഇതിൽ പിന്നീട് പഠിച്ചു തുടങ്ങി. അങ്ങനെ പഠിച്ചിട്ട് നമ്മൾ 10 hours ഡെയിലി പഠിക്കാൻ തുടങ്ങി. പിന്നെ അതിലും കൂടുതൽ പറ്റാൻ ശ്രമിക്കാറുണ്ട് ചില ദിവസങ്ങളിൽ. പിന്നെ പൾസിൽ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങി. അങ്ങനെ പിന്നെ എൻ്റേതായിട്ടുള്ള എൻ്റെ ഭാഗത്തുനിന്ന് ആയിട്ടുള്ള ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യണ പോലത്തെ ഓരോ ആപ്പുകളൊക്കെ ഞാൻ യൂസ് ചെയ്തു. പിന്നെ ഷെഡ്യൂൾ ചെയ്തിട്ട് എനിക്കങ്ങനെ പഠിക്കാൻ പറ്റിയിട്ടില്ല. അതായത് വീക്കിലി ഷെഡ്യൂൾ ചെയ്ത് പഠിക്കാറുണ്ട്. പിന്നെ പിന്നെ ഓൾറെഡി ഞാൻ കുറച്ച് കാലം ഒരു ഡെൻ്റൽ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് ആ സമയത്തൊന്നും ഞാൻ ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്കാണ് പിന്നെ നിർത്തിയിട്ട് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ അപ്പോഴത്തേക്കും നവംബർ എയിംസിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റേതായിട്ടൊരു ഷെഡ്യൂൾ ചെയ്ത് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ഫ്രീ ആയിട്ട് ഒരു പ്രഷർ ഇല്ലാണ്ട് അങ്ങനെ പഠിക്കുമ്പോഴാണ് എനിക്കും കിട്ടാറുള്ളത്. പക്ഷെ സമയമില്ലാത്ത കാരണം കൊണ്ട് പിന്നെ എനിക്ക് ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്യാനായിട്ടുള്ള സമയമൊന്നും കിട്ടിയില്ല. എനിക്ക് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ CDസിൻ്റെ ടെസ്റ്റ് സീരീസിൽ ആ ഒരു ടെസ്റ്റ് സീരീസ് ഫോളോ ചെയ്യുക ചെയ്തത്. ബാട്ടിയേൻ്റെ ലെക്ചേഴ്സും നോട്ട്സും ഫോളോ ചെയ്ത് പഠിച്ച് തുടക്കത്തിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ടെസ്റ്റ് സീരീസിലേക്ക് വന്നപ്പോഴത്തേക്കും CDസിൻ്റെ ടെസ്റ്റ് സീരീസാണ് എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റിയത്, ഫോളോ ചെയ്യാൻ പറ്റിയത്. പിന്നെ അങ്ങനെ വേറെ ഒന്നും ഷെഡ്യൂൾ ചെയ്യാനോ ആലോചിക്കാനോ സമയം ഉണ്ടായിരുന്നില്ല. ഫുള്ള് CDസിൻ്റെ ടെസ്റ്റ് സീരീസ് ഒരു 3 ടൈമായിട്ടുള്ള ടെസ്റ്റ് സീരീസ് ഉണ്ടായിരുന്നു അവർക്ക്, അത് ഫോളോ ചെയ്യാൻ ഉള്ള സമയം കിട്ടിയുള്ളൂ.
അപ്പോൾ ഞാൻ എൻ്റെ പ്രിപ്പറേഷനിൽ അങ്ങനെ പഠിച്ചും എൻഡ് ഓഫ് ദി ഡേ നമ്മൾ വിചാരിച്ചിട്ടില്ല ഒരു റാങ്കിലേക്ക് വരുന്നു, ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ് ഡെൻ്റൽ കോളേജിൽ MDS പഠിക്കണമെന്ന്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ തന്നെയാണ് അതൊരു കൺഫേം ആയിട്ടുള്ളൂ. എക്സാമിനേഷൻ കഴിഞ്ഞപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, അതായത് ഇതുവരെ എഴുതിയ പരീക്ഷയിൽ നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എന്ന്. പക്ഷേ ഈ പ്രാവശ്യത്തെ എക്സാം ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സാം ആയിരുന്നു. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. കുറച്ച് ബേസിക് പാർട്ട് ഭയങ്കര കുറച്ച് ലെവലിൽ കൂടിയതായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലെങ്തി അതായിരുന്നു പ്രത്യേകിച്ച് ഉണ്ടായിരുന്നത്. അങ്ങനെ ടഫ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് കുറച്ചധികം വായിച്ച് നമ്മൾ പഠിച്ച തിയറി ആയിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് ആലോചിച്ചിട്ട് ഓപ്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും പിന്നെ ഓപ്ഷൻസ് കുറച്ചുകൂടി ക്വസ്റ്റ്യൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റൂൾ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ആയിരുന്നു. അത് കാരണം കൊണ്ട് എനിക്കൊക്കെ പിന്നെയും അത് എഴുതാനൊക്കെ പറ്റിയത്. അങ്ങനത്തെ ഒരു എക്സാം ആയിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ച എക്സാം ടഫ് ആകുമ്പോൾ അതനുസരിച്ചിട്ട് മാർക്ക് എല്ലാവർക്കും കുറയായിരിക്കുന്നു. പക്ഷേ അങ്ങനെയല്ലായിരുന്നു എല്ലാവർക്കും. ഇപ്പോൾ എനിക്കാണെങ്കിൽ തന്നെയും ഇപ്പോൾ 699 ഈസ് എ വെരി ഹൈ സ്കോർ ഫോർ മീ. ഞാനിങ്ങനെ അത്ര അധികം സ്കോർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും ടഫായിട്ടുള്ള എക്സാമിൽ എങ്ങനെ ഇത്രയും സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം അത്ര ടഫല്ലായിരുന്നു. അതായത് ലെങ്തി ആയിരുന്നു ക്വസ്റ്റ്യൻസ്, ഭയങ്കര തിയറി ബേസ്ഡ് ആയിരുന്നു. ഞാൻ കുറച്ച് സബ്ജക്ട്സിനെ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിച്ച ഒരു ആളായിരുന്നു. തിയറി നന്നായിട്ട് ആ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ടായിരിക്കാം എനിക്ക് പിന്നെ ബാട്ടിയിൽ ഞാൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്, ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ എനിക്ക് ലെങ്തി ആയിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടപ്പോഴേ എനിക്കങ്ങനെ ടെൻഷൻ ഒന്നുമില്ലായിരുന്നു. എനിക്കിങ്ങനെ ഇത് നമ്മൾ കണ്ടിട്ടുള്ള ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എത്ര ക്വസ്റ്റ്യൻസ് ആണെങ്കിലും എക്സാമിനേഷൻ്റെ സമയത്ത് എന്ത് തന്നെ വന്നാലും മാക്സിമം അറ്റംപ്റ്റ് ചെയ്യുമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു. അപ്പം മാക്സിമം എനിക്ക് വായിച്ച് മനസ്സിലാവുന്ന രീതിയിൽ എന്താണോ എനിക്ക് എൻ്റെ മെമ്മറിയിൽ നിന്ന് റീകളക്ട് ചെയ്യാൻ പറ്റുന്നത് അതായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് ഞാൻ ആൻസറിലേക്ക് എത്തായിരുന്നു. അങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാമായിരുന്നു. അപ്പം മാക്സിമം അറ്റംപ്റ്റ് ചെയ്തിരുന്നു. അതായത് ഒരു 240 ഞാൻ 236 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആയിരിക്കാം 699 മാർക്ക് വന്നത്. അതുമാത്രമല്ല ഓൾറെഡി കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ നന്നായി ഫ്ലറിഷ് ചെയ്ത് നിൽക്കുന്ന സമയം, അത് മുന്നൊന്നും അങ്ങനെ അത്ര അധികം ഉണ്ടായിരുന്നില്ല. അത് ഓരോ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇപ്പോൾ ബാട്ടിയെ തന്നെയാണെങ്കിൽ അവർ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് വരണേ, എവിടെ നിന്നാണ് ടോപ്പിക്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്താ, അതിനെക്കുറിച്ച് ഇങ്ങനെ റിസർച്ച് ചെയ്യണ പോലെ ഓരോ എക്സാമിനേഷൻ കഴിഞ്ഞിട്ടും ചെയ്തുകൊണ്ടിരിക്കുക. അതിപ്പോൾ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ എല്ലാ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അവരുടേതായ രീതിയിൽ ഭയങ്കര എത്രത്തോളം നന്നായി പിള്ളേരെ അടുത്ത വർഷത്തിലേക്ക് പഠിപ്പിക്കാം എന്നുള്ള രീതിയിൽ ഭയങ്കര എഫേർട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പാത്ത് വേ ക്ലിയറായി വരുമ്പോൾ കൂടുതൽ പേർക്ക് അതിലേക്കൂടെ നടന്ന് പോകാനായിട്ട് പറ്റും. അപ്പോൾ എനിക്കതാ മനസ്സിലായി. ഇപ്പം നമ്മുടെ UG എക്സാമിനാണെങ്കിലും 720 ഒക്കെ മാർക്കിൽ ഫുള്ള് പഠിക്കുന്ന പിള്ളേരുണ്ട്. ഇപ്പം ആ സമയത്ത് നമ്മളൊക്കെ എഴുതുന്ന സമയത്ത് അങ്ങനത്തെ മാർക്ക് അപ്രോക്സിമേറ്റ്ലി 700 ഒക്കെ വരാറുണ്ടെങ്കിലും 720 ഒന്നും വരാറില്ല. അപ്പം അതിപ്പോൾ ഓരോ വർഷം തോറും ഇങ്ങനെ ഏതാ ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതാ ക്വസ്റ്റ്യൻ, അപ്പം മാക്സിമം സാച്ചുറേഷൻ ആകുമ്പോൾ അങ്ങനെ പിള്ളേർക്കും നന്നായി പെർഫോം ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോഴത്തെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലത്തെ ഉള്ള ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ ഞാനാണെങ്കിലും കുറേ ChatGPT, ജെമിനി അവരോടൊക്കെ ഇങ്ങനെ നമുക്ക് ഡൗട്ട്സുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഭയങ്കര ക്ലിയർ ചെയ്ത് ക്രിസ്പാക്കി എന്നാൽ ടു ദ പോയിൻ്റായിട്ട് പറഞ്ഞുതരും. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു സിറ്റുവേഷനിൽ എന്തായാലും അത്ര സ്കോർ ചെയ്തില്ലെങ്കിൽ അതിശയമുള്ളൂ എന്ന് എനിക്ക് തോന്നണേ. അപ്പോൾ ഞാനിങ്ങനെയൊക്കെ കുറച്ച് പ്രിപ്പറേഷൻ്റെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇടാമെന്ന് വിചാരിച്ചു. കാരണം കുറേ പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് പഠിച്ചത്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് അങ്ങനെ അപ്പം ചോദിക്കുന്നുണ്ട്. അപ്പം അതനുസരിച്ച് ഞാനിങ്ങനെ ഓഡിയോസും ഒക്കെ പറഞ്ഞു കൊടുക്കാറൊക്കെ ഉണ്ട്. പിന്നെ ഫോം വിളിക്കുമ്പോഴാണ് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പം എനിക്ക് തോന്നി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നല്ലതായിരിക്കും, കുറേ പേർക്ക് യൂസ്ഫുള്ളായിരിക്കും എന്ന്.
അപ്പം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സാം റിലേറ്റഡ് ആയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്തേ എന്നൊക്കെ ഉള്ളത് പറയാം. ഇപ്പം ഞാൻ എന്തായാലും ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ പോലെ ചെയ്യാമെന്ന് ഉണ്ടായിരുന്നേ. ഇനി ഞാൻ ചെയ്ത ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്.